കാതികയിലേക്ക് സ്വാഗതം. ഇന്ന് കാതിക പറയുന്നത് ഒരു കൊച്ചു കഥയാണ്. ഒരു ക്ലാസ്സിൽ നടക്കുന്ന ഒരു കൊച്ചു കഥ. കഥ കേൾക്കാം. ഒരു ദിവസം ക്ലാസ്സിലേക്ക് മാഷ് കയറി വന്നപ്പോൾ മാഷിന്റെ കയ്യിൽ ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു. ആ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളവും ഉണ്ടായിരുന്നു. മാഷ് ക്ലാസ്സിൽ വന്ന് ബുക്ക് വെച്ച് വെള്ളവും മേശപ്പുറത്ത് വെച്ചു. മാഷിനെ കണ്ട് കുട്ടികളെല്ലാവരും എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് പറഞ്ഞു. എന്നിട്ട് അവിടെ ഇരിക്കുകയും ചെയ്തു. മാഷ് പയ്യെ ആ ഗ്ലാസ് എടുത്തു. ആ ഗ്ലാസ്സിൽ പകുതി വെള്ളമുണ്ടായിരുന്നു. എന്നിട്ട് ഗ്ലാസ് പൊക്കിപ്പിടിച്ചു. എന്നിട്ട് കുട്ടികളോട് ചോദിച്ചു, ഈ ഗ്ലാസ്സിന് എത്ര വെയിറ്റ് കാണും, എത്ര ഭാരം കാണും? 50 ഗ്രാം, 100 ഗ്രാം, 125 ഗ്രാം പിള്ളേർ പറയാൻ തുടങ്ങി. ഇതിന്റെ വെയിറ്റ് എത്രയാണെന്ന് എനിക്കറിയില്ല, മാഷ് പറഞ്ഞു. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, ഞാൻ ഇങ്ങനെ ഈ ഗ്ലാസ് എൻ്റെ കയ്യിൽ പിടിച്ച് ഉയർത്തിപ്പിടിച്ചാൽ, കുറച്ച് മിനിറ്റുകൾക്ക് ഉയർത്തിപ്പിടിച്ചാൽ എന്ത് സംഭവിക്കും? കുട്ടികൾ പറഞ്ഞു, ഒന്നും സംഭവിക്കില്ല. ഇത് ഞാൻ 1 മണിക്കൂർ ഇങ്ങനെ കയ്യിൽ പൊക്കിപ്പിടിച്ചാൽ എന്ത് സംഭവിക്കും? മാഷിന്റെ കൈ വേദനെടുക്കും, ഒരു കുട്ടി പറഞ്ഞു. ശരിയാണ്, ഞാൻ ഇങ്ങനെ തന്നെ ഒരു ദിവസം മുഴുവനും പിടിച്ചാൽ എന്ത് പറ്റും? ഒരു കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, മാഷിന്റെ കൈ മരവിക്കും, കൈ വേദന എടുക്കും, മസിലിനൊക്കെ വേദന വരും, ആശുപത്രി പോകണം, തീർച്ചയായിട്ടും ആശുപത്രി പോകേണ്ടി വരും. എല്ലാ കുട്ടികളും ചിരിക്കാൻ തുടങ്ങി. മാഷ് പറഞ്ഞു, വെരി ഗുഡ്. പക്ഷെ ഇതൊക്കെ ചെയ്തപ്പോൾ ഈ ഗ്ലാസിന്റെ വെയിറ്റ് മാറിയോ? മാഷിന്റെ ചോദ്യം കേട്ട് എല്ലാവരും ഒന്ന് ആലോചിച്ചു. ഇല്ല, വെയിറ്റ് മാറിയില്ല എന്നായിരുന്നു ഉത്തരം. പിന്നെ എങ്ങനെയാണ് എന്റെ കൈ വേദനെടുത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് എന്റെ കൈ മരവിക്കുമെന്നൊക്കെ? കുട്ടികളൊക്കെ ആലോചിച്ചു. ശരി, എങ്കിൽ ഇത് പറ, വേദന മാറണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അത് ഗ്ലാസ് താഴെ വെച്ചാ പോരെ, ഒരു കുട്ടി പറഞ്ഞു. ശരി, ഞാൻ ഗ്ലാസ് താഴെ വെച്ചു. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളും ഇങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും പ്രശ്നം കുറച്ചു നേരത്തേക്ക് മനസ്സിലുണ്ടെങ്കിൽ എല്ലാം ശരിയാണ്, കുഴപ്പമില്ല എന്ന് വിചാരിക്കും. അത് കുറേ നേരം മനസ്സിൽ കൊണ്ടു നടന്നാൽ നമുക്ക് തലവേദന എടുക്കും, നമുക്ക് വളരെ ബുദ്ധിമുട്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അന്ന് അതിനെ നേരിടുക, അത് മാറ്റിവെക്കാതിരിക്കുക. അന്ന് കിടക്കുന്നതിന് മുമ്പ് എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് പരിഹരിച്ച് ഉറങ്ങാൻ ശ്രമിക്കുക. പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വേറൊരു വെല്ലുവിളി നിങ്ങളെ കാത്തിരിപ്പുണ്ടാകും, അതിനെ നേരിടുക. അതിനെ നേരിടണമെങ്കിൽ എന്ത് ചെയ്യണം? വളരെ ഫ്രഷായിട്ട് രാവിലെ എഴുന്നേൽക്കണം. അപ്പോൾ നിങ്ങൾ ഈ കഥയിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയത്? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഗ്ലാസ് ഇന്ന് തന്നെ താഴെ വെക്കുക. കൂട്ടുകാർക്ക് ഈ കുട്ടിക്കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ കഥ കുറച്ച് വലിയ കുട്ടികൾക്കുള്ള കഥയാണ്. ജീവിതത്തിൽ പല വെല്ലുവിളികളും നമുക്ക് നേരിടേണ്ടി വരും. അത് നേരിട്ടുകൊണ്ട് പരിഹരിച്ചുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. അതാണ് ഈ കഥ തരുന്ന ഒരു ഗുണപാഠം. നാളെ വേറൊരു കഥയുമായി കാതിക. അതുവരെ നന്ദി.